നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഫണ്ടുകളുടെ അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, 2024 ജൂലൈ 30 ഒരു കറുത്ത രാത്രി 300-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്ത ഒരു വലിയൊരു ദുരന്തം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വെള്ളരിമലയുടെ വെള്ളലിപ്പാറ എന്ന ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് അങ്ങ് ചാലിയാറിൽ എത്തിയ ഒരു ഉരുൾപൊട്ടൽ. അത് ഒഴുകിപ്പോകുന്ന വഴിയിൽ ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ തച്ച് തകർത്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. 21ഓളം വ്യക്തികൾ തീർത്തും മറ്റ് ബന്ധുക്കൾ ആരുമില്ലാതെ തീർത്തും അനാഥരായി. നിരവധി കുടുംബങ്ങൾ ഒരു അവകാശി പോലും ഇല്ലാതെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കേരളം, നമ്മുടെ ഭാരതം ഒക്കെ നടുങ്ങിയ വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ വ്യക്തികൾ, അങ്ങനെ മനുഷ്യരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ആ നാടിനെ ചേർത്ത് പിടിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം താൽക്കാലിക പുനരധിവാസം വളരെ ഭംഗിയായി, ഇത്രയും സങ്കീർണമായ ഒരു പ്രക്രിയ, വലിയ ഒരു തോതിലുള്ള വിമർശനങ്ങൾക്കൊന്നും ഇട നൽകാതെ നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഒരുപാട് കുടുംബങ്ങളെ താൽക്കാലിക പുനരധിവസിപ്പിച്ചു. 3 വാർഡുകളിൽ 10, 11, 12 മേപ്പാടി പഞ്ചായത്തിലെ ഈ വാർഡുകളിൽ പെടുന്ന ആളുകൾ, അതിൽ 11ാം വാർഡ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയി. തിരിച്ചുവരവ് സാധ്യമാകാത്ത വിധം ആ നാട് ഓർമ്മയായി. ചൂരൽമല 12ാം വാർഡിന്റെ സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഭാഗം, ഏറ്റവും കൂടുതൽ ചൂരൽമലയിൽ ആളുകൾ തിങ്ങി പാർത്തിരുന്ന സ്കൂൾ റോഡ് ഭാഗം പൂർണ്ണമായിട്ടും പോയി. അട്ടമല 10ാം വാർഡിന്റെ ചൂരൽമല ടൗണിന് വലതുവശത്ത് കിഴക്കേ വശത്തുള്ള ഒരുപാട് വീടുകളും വ്യക്തികളും ഓർമ്മയായി. താൽക്കാലിക പുനരധിവാസം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വലിയ വിമർശനത്തിട നൽകാത്ത വിധം ഗവൺമെന്റ് ഭംഗിയായി നിർവഹിച്ചു. സംസ്ഥാന മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര് എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിലെല്ലാം മുന്നിട്ടിറങ്ങി. പക്ഷെ പുനരധിവാസം, ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് വലിയ സങ്കീർണത